ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലാട്ടോ. ഞാൻ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി. ഇന്നത്തെ വീഡിയോ എൻ്റെ ചേച്ചിയുടെ മോന്, അതായത് മാമച്ചന് ഒരു സർപ്രൈസ് കൊടുക്കാനാണ്. സർപ്രൈസ് ഏക്കോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാനും സെബാനും കൂടെ കൂടിയാട്ടോ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത്, അവനിന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട്, ഇന്ന് സ്കൂളുള്ള ദിവസം ആയതുകൊണ്ട് സ്കൂളിലാണ്. അപ്പോൾ സ്കൂളിലേക്കാണ് നമ്മൾ ചെന്നത്. അപ്പം ഞാനും സെബാനും കൂടെയും ആ ഓട്ടോയിൽ വന്ന് ഇറങ്ങി. ഇന്ന് ഞാനും സെബാനും കൂടെ ആട്ടോ ഫുൾ ഡേ. അപ്പോൾ ഇത് നമ്മൾ ആ സ്കൂളിൽ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ച ചോക്ലേറ്റാണ്. അപ്പോൾ സെബാൻ എടുക്കാനൊക്കെ പറഞ്ഞു, ഞാൻ നടന്ന് കയറാനൊക്കെ പറയുകയാണ്, കാരണം ഫുൾ ടൈം ഞാൻ എടുത്തേക്കായിരുന്നു. അപ്പോൾ സ്കൂളിലെത്തിയപ്പോഴത്തേനും ഓൾറെഡി പിള്ളേരെല്ലാം അവിടെ ഓരോരോ പരിപാടികളായിട്ടിരിക്കട്ടെ. ഇപ്പോൾ വർക്ക് എക്സ്പീരിയൻസിൻ്റെ ഒക്കെ ടൈം ആയതുകൊണ്ട് പിള്ളേർ അതിൻ്റെയൊക്കെ വർക്ക് ചെയ്യുന്ന തിരക്കിലാണ്. അപ്പോൾ അങ്ങനെ ഞാനും സെബാനും കൂടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണെന്നറിയത്തില്ല, എന്താകുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ചേച്ചിയോട് ഓൾറെഡി ഇന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇങ്ങനെ പോകുന്നുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ടീച്ചറിനോട് ചെറിയൊരു സൂചന കൊടുത്തിട്ടുണ്ട്. ടീച്ചറിന് മിഠായി കൊടുക്കാം, എല്ലാവർക്കും കൊടുക്കാൻ മിഠായി. ടീച്ചറിന് കൊടുക്കും, ടീച്ചറിന് കൊടുക്കും. എന്നാ വിളിക്കുന്നത് ചിറ്റേ? പേരെന്നാ ചിറ്റയുടെ പേര് പറ. പിന്നെ സന്തോഷമായോ? പ്രതീക്ഷിച്ചായിരുന്നോ? പിന്നെ അപ്പം ഇതാണ് ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു എക്സ്പ്രഷൻ കുഞ്ഞിൻ്റെ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു കുഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞിൻ്റെ ക്ലാസ്സിൽ ചെല്ലുക, അപ്പോൾ കുഞ്ഞിക്ക് ഒരു സർപ്രൈസ് കൊടുക്കുക എന്നൊക്കെ ഉള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ചോക്ലേറ്റൊക്കെ മേടിച്ചുകൊണ്ടായിട്ടോ വന്നത്, പിള്ളേരുള്ളത് കൊണ്ട് തന്നെ പിള്ളേർക്ക് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുഞ്ഞ് തന്നെ അത് എല്ലാവർക്കും കൂടെ കൊടുക്കുകയൊക്കെ ചെയ്യാണ്. കുഞ്ഞിനെ യൂണിഫോം ഇട്ടതിന് മുമ്പ് ഒരു വട്ടം ഞാൻ കണ്ടിട്ടുണ്ട്, കാരണം ഓണത്തിൻ്റെ എക്സാം കഴിഞ്ഞ് അവർ നേരെ വീട്ടിലേക്ക് വന്നപ്പോൾ യൂണിഫോം ഇട്ടാണ് കണ്ടത്. അപ്പോൾ ഇന്നും കൂടെ അത് കാണാൻ പറ്റി. അഹാനിപ്പോൾ LKG പഠിക്കുന്നത്. ഇതാണ്ടോ കുഞ്ഞിയുടെ ഫേവറേറ്റ് ടീച്ചർ. കുഞ്ഞ് സ്കൂളിൽ പോകാനുള്ള മെയിൻ റീസൺ ടീച്ചറാണ്. കുഞ്ഞിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ടീച്ചറിനും അതുപോലെ തന്നെ കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യാനും. കുഞ്ഞ് പെട്ടെന്ന് അങ്ങനെ ആരുമായിട്ട് അങ്ങനെ അറ്റാച്ച്ഡ് ആവും, അങ്ങനെ പെട്ടെന്ന് ആരുമായിട്ട് അങ്ങനെ അടുക്കുന്ന ഒരു ടൈപ്പല്ല. അപ്പോൾ ടീച്ചറിന് പെട്ടെന്ന് തന്നെ കുഞ്ഞിയും ടീച്ചറും തമ്മിലുള്ളൊരു വൈബ് അങ്ങനെ സെറ്റായി. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞിക്ക് സ്കൂളിൽ പോകാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചേച്ചി അവിടെ ഫുഡ് ഉണ്ടാക്കുന്ന ചേച്ചിക്ക് മിഠായിയൊക്കെ കൊടുത്തിട്ട് തന്നെ കേട്ടോ. കുഞ്ഞിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അയ്യോ എൻ്റെ കൊച്ചിത്രയും വലുതായോ എന്നുള്ളൊരു മൈൻഡായിരുന്നു കേട്ടോ. അപ്പം ഇപ്പം ഇവിടെ കലോത്സവവും വർക്ക് എക്സ്പീരിയൻസിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ടീച്ചേഴ്സൊക്കെ അതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു. ഞാനിങ്ങോട്ട് കയറി വന്നപ്പോൾ HMൻ്റെ കയ്യിൽ നിന്ന് പെർമിഷനൊക്കെ മേടിച്ചിട്ടായിട്ട് കയറി വന്നത്. പിന്നെ വീഡിയോ എടുക്കുന്ന കാര്യത്തിൽ എനിക്ക് കൂടുതലും ക്യാമറ എടുത്തത് ക്യാപ്ചർ ചെയ്യണേക്കാളും കൂടുതൽ അത് കണ്ട് അനുഭവിക്കാനൊക്കെ കേട്ടോ. അപ്പോൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞ് ടീച്ചർ നമുക്ക് പെർമിഷൻ തന്നു കേട്ടോ. ഞങ്ങൾ നേരത്തെ അങ്ങോട്ട് പോയേക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ബാഗൊക്കെ എടുത്ത് വെക്കുന്ന കേട്ടോ. എൻ്റെ ദൈവം, എനിക്ക് നിങ്ങളോട് പറയണത് എങ്ങനെയാണെന്ന് എനിക്കറിയാൻ മേല. ഇങ്ങനെ ബാഗൊക്കെ എടുത്ത് അടുക്കി പറക്കിയൊക്കെ വെക്കുമ്പോൾ ഇപ്പോഴാണ് എനിക്ക് ഇവൻ ഇത്രയും വലുതായെന്ന് എനിക്ക് മനസ്സിലാവണത്. ബാഗ് തുറക്കുന്നു, ബുക്കൊക്കെ എടുക്കുന്നു. ഞാൻ കുറച്ച് ഓവറാണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ എൻ്റെ ഒരു മൈൻഡിലുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ്. ബുക്കൊക്കെ എടുത്ത് വെക്കണതാണ് ഞാൻ ശരിക്കും പറഞ്ഞ് ഞാനിങ്ങനെ വണ്ടറായിട്ടോ ബുക്കൊക്കെ എടുത്ത് അടുക്കി പറക്കി വെക്കുവാണ്. അപ്പം നമ്മുടെ കുട്ടി നമുക്കെപ്പോഴും കുഞ്ഞായിരിക്കും, പക്ഷേ അപ്പോൾ അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതിനാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളെ സ്കൂളിലൊക്കെ വിടുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. കാരണം സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനും എപ്പോഴും നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമ്മുടെ കുട്ടി ഇരിക്കുമ്പോൾ നമ്മളെപ്പോഴും കുഞ്ചിച്ചൊക്കെ ആയിരിക്കുള്ളൂ. അപ്പോൾ ടീച്ചർ സെബാനും ഉമ്മയൊക്കെ കൊടുക്കണം കേട്ടോ. ടീച്ചർ എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ്, അതുകൊണ്ട് എല്ലാവരെയും തന്നെ അറിയാം, വീഡിയോസൊക്കെ കാണാറുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, സ്കൂളിൽ വിട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പോകാൻ വേണ്ടി പെർമിഷൻ മേടിച്ചിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ ചേട്ടായും ചേച്ചിയും കൂടെ വന്ന് നമ്മളിനി കൂട്ടിക്കൊണ്ട് പോകും. അപ്പോൾ അതിനു മുമ്പ് കുഞ്ഞിൻ്റെ സ്കൂളിൻ്റെ അടുത്ത് ചെറിയൊരു പാർക്കുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പാർക്കിൽ കുറച്ച് നേരം ഇവന്മാരായിട്ട് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുറേ സ്റ്റാച്ചുവും പിന്നെ ആനിമൽസിൻ്റെ ഒക്കെ ഇതുണ്ട്. സെബാനാണെങ്കിൽ ഇങ്ങനെ പാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സെബാനെ കാണിക്കാൻ വേണ്ടി അഹാൻ വിളിച്ചുകൊണ്ട് പോകുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് സെബാൻ ഇങ്ങനെ പറയും, എനിക്ക് മാമച്ചൻ്റെ സ്കൂളിൽ പോയി പഠിക്കണം എന്നൊക്കെ പറയും കേട്ടോ. കാരണം അവർക്ക് അത്രയും അറിയില്ലല്ലോ മാമച്ചൻ്റെ സ്കൂളിൽ പോയി പഠിക്കാൻ പറ്റുമെന്നാണ് അവൻ്റെ വിചാരം. പാർക്ക് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ LP സ്കൂളായതുകൊണ്ട് ആ ഒരു ഏജ് ലെവലിലുള്ള കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ അവിടെ കണ്ടൊരു തവളയുടെ ഇതിൽ കയറിയിരുന്നിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അപ്പം ഒരാൾ കാണിച്ചാൽ പിന്നെ അടുത്ത ആൾ അതുപോലെ തന്നെ കാണിക്കില്ല. അപ്പോൾ അവൻ ആ ആമയുടെ പുറത്തും കയറിയൊക്കെ ഇരുന്നു കേട്ടോ.
അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ കാണിക്കാനുണ്ട്. അപ്പോൾ അഹാനാണെങ്കിൽ അത് കാണാം ഇത് കാണാം, സെബാനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ അങ്ങനെ അതേ അവിടെ അതുണ്ടെന്നൊക്കെ പറഞ്ഞ് അവിടെ കയറാമെന്നൊക്കെയായിട്ട് പറയണത്. അപ്പം അഹാനാണെങ്കിൽ സെബാനാണെങ്കിൽ ഈ ഒരു കേവിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ വേണ്ടി ഭയങ്കര ആഗ്രഹം, പക്ഷേ ചെറിയ പേടിയൊക്കെ ഉണ്ട്. പിന്നെ രണ്ടുപേരും കൂടി ഒരുമിച്ച് അത് കൂടെ ഒക്കെ നടന്നു. അപ്പോൾ കുറേ വർഷങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർക്ക് ഈ വീഡിയോ ഒക്കെ എടുത്ത് കാണുമ്പം അവർക്ക് എന്താ പറയുക ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും ഒക്കെ ചെയ്യണത്. അപ്പം ഞങ്ങൾ കുറേ അധികം എന്താ പറയുക ഭയങ്കര ഹാപ്പിയായി ഞങ്ങളുടെ എല്ലാവരും. പിന്നെ അവിടെ ഒരു കുട്ടികളുടെ ഏറുമാടെന്ന് പറഞ്ഞൊരു ഏറുമാടം ഉണ്ടായിരുന്നു. അഹാൻ അവിടെ കയറാൻ പേടിയായിരുന്നു കേട്ടോ. അപ്പം ഞാനാണ് അവൻ തിരിച്ചിറങ്ങി വരികയാണ്. അപ്പോൾ പിന്നെ ഞാൻ എടുത്ത് അവിടെ കയറ്റി മേളിലൊക്കെ കണ്ടു. പിന്നെ ഒരു സിംഹത്തിൻ്റെ മുകളിൽ ഒരാൾ കയറി, പിന്നെ അടുത്ത ആളോട് കയറാനൊക്കെ പറഞ്ഞ് അങ്ങനെ കയറി അവർ കളിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ വന്നപ്പോൾ ഒരു ലോലിപോപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരെണ്ണമായിരുന്നു മേടിച്ചിട്ടുള്ളൂ. പിന്നെ പക്ഷേ അവരത് ഷെയറൊക്കെ ചെയ്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കളികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. ഇപ്പോൾ ഏകദേശം സമയം ഒരു 4 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. അഹാൻ്റെ ബാഗ് സെബാൻ വാങ്ങിച്ച് ഇട്ടുകൊണ്ടൊക്കെ വരുന്നതായിട്ട് കാണുന്നത്. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു, എന്നാലും ആളത് വാങ്ങിച്ചൊക്കെ ഇട്ടു. അപ്പോൾ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഇവരുടെ ചില കാര്യങ്ങൾ കാണുമ്പോൾ ഭയങ്കര രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്, ബൈ.